അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 10ാം പാഠം. ബാത്ത യൂസുഫ് അലൈഹിസ്സലാം നായിമൻ. ഇതാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിലൂടെ കാന വ അഖവാത്തുഹ ഇതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു വാചകത്തിൽ കാനയോ അതിന്റെ അഖവാത്തുകളോ വന്നാൽ കാനയുടെയോ അഖവാത്തിന്റെയോ ശേഷം വരുന്ന ആദ്യത്തെ പദത്തെ ഇസ്മു എന്നും രണ്ടാമത്തെ പദത്തെ ഖബർ എന്നും പറയുന്നു. കാനയുടെ ശേഷം വരുന്ന ആദ്യത്തെ പദമായ ഇസ്മിന് റഫ്ഉം രണ്ടാമത്തെ പദമായി വരുന്ന ഖബറിന് നസ്ബുമാണ് ഇഅ്റാബായി നൽകുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പാഠഭാഗത്തിൽ നിന്ന് കൂടുതൽ അതിന്റെ വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും മനസ്സിലാക്കാം. കാന യൂസുഫ് അലൈഹിസ്സലാം നബിയൻ ഇല ബനി ഇസ്രാഈല. യൂസുഫ് നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽ വംശത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. വകാന വാലിദുഹു യാഖൂബു വജദ്ദുഹു ഇസ്ഹാഖു വഅബൂഹു ജദ്ദിഹി ഇബ്രാഹിമു അലൈഹിമുസ്സലാം അംബിയാ. അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം, ഉപ്പാപ്പ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഉപ്പാപ്പയുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇവരെല്ലാം പ്രവാചകരായിരുന്നു. കാന യൂസുഫു അഹബ്ബ ഇല അബിഹി യാക്കൂബ. തന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ യൂസുഫ് നബി അലൈഹിസ്സലാം ആയിരുന്നു. വബിദാലിക സ്വാറ ഇഖ്വത്തു യൂസുഫ അഅദാഅൻ ലഹു. ഈ കാരണത്താൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി തീർന്നു. ذات يوم بات يوسف عليه السلام نائما فرأى في المنام 11 كوكبا والشمس والقمر يسجدون له. ഒരു ദിവസം നിദ്രയിലായിരിക്കെ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സാഷ്ടാംഗം നമിക്കുന്നതായി സ്വപ്നം കണ്ടു. ലമ്മാ അറഫ ഇഖ്വത്തു യൂസുഫ അനിൽ മനാമി അസമു അൻ യുബ്ഇദു യൂസുഫ അൻ വാലിദിഹി. ഈ സ്വപ്ന വിവരം അറിഞ്ഞപ്പോൾ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിതാവിൽ നിന്ന് അകറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. ഫജഅലൂഹു ഫി ഗയാബത്തിൽ ജുബ്ബി. അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ എറിയുകയും ചെയ്തു. വലാകിൻ നജ്ജഹു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ പരിശുദ്ധനായ അല്ലാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു. وبعد سنوات كثيرة أصبح يوسف ملكا بمصر. കുറെ വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാം ഭരണാധികാരിയായി തീർന്നു. وفي ذلك الوقت دخل أبواه وإخوته بمصر وخروا له سجدا. ആ സമയത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും ഈജിപ്തിൽ വരികയും അദ്ദേഹത്തിന് സാഷ്ടാംഗം ചെയ്യുകയും ചെയ്തു. فقال يوسف عليه السلام يا أبتي هذا تأويل رؤياي من قبل قد جعلها ربي حقا. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്ന വ്യാഖ്യാനമാണിത്. എന്റെ നാഥനത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഈ പാഠത്തിൽ നിറം നൽകപ്പെട്ട ചില പദങ്ങളെ നമ്മൾ ശ്രദ്ധിക്കൂ. കാന, സ്വാറ, ബാത, അസ്ബഹ, അൽഹ, അംസ, ലല്ല, മാസാല, മാഫത്തിയ, മാബരിഹ, മംഫക്ക, മാദാമ, ലൈസ എന്നിവയെല്ലാം അതും അതിന്റെ സർഫിന്റെ രൂപങ്ങളും ഇസ്മിന് റഫ് ചെയ്യും, ഖബറിന് നസ്ബ് ചെയ്യും. ഈ പറയപ്പെട്ട പദങ്ങളെല്ലാം അതിന്റെ സർഫിന്റെ രൂപങ്ങളിലായി വരുന്ന ഏത് പദങ്ങളായി വന്നാലും അതിന്റെ ഇസ്മിന് റഫ് ചെയ്യും, ഖബറിന് നസ്ബ് ചെയ്യും. കാന അഖവാത്തുഹ അതിന്റെ രൂപം നോക്കാം. തദ്ഖുലു കാന അലൽ മുബ്തദഇ വൽ ഖബരി ഫതർഫഉൽ അവ്വല വയുസമ്മ ഇസ്മുഹ വതൻസിബു സാനിയ വയുസമ്മ ഖബറുഹ. മുബ്തദയും ഖബറുമായ വാക്യത്തിൽ കാന പ്രവേശിച്ചാൽ മുബ്തദഇന്റെ റഫ് നിലനിൽക്കുമെങ്കിലും ഖബറിന്റെ റഫ് നസ്ബായി മാറും. വ്യാകരിപ്പിൽ മുബ്തദഇന് കാനയുടെ ഇസ്മ്, ഖബറിന് കാനയുടെ ഖബർ എന്നിങ്ങനെ പേര് മാറുകയും ചെയ്യും. കാനയെ പോലെ തന്നെയാണ്
സ്വാറ, ബാത്ത, അസ്ബഹ, അൽഹ, അംസ, വല്ല, മാസാല, മാഫത്തിഅ, മാബരിഹ, മംഫക്ക, മാദാമ, ലൈസ ഇവകളൊക്കെ എന്നീ ക്രിയകളും ഇവയെ കാന വഅഖവാതുഹ അഥവാ കാനയുടെ സഹോദരിമാർ എന്ന് വിളിക്കുന്നു. ഈ അപൂർണ ക്രിയകൾക്കെല്ലാം മുളാരിഅ, അംറ് രൂപങ്ങളുണ്ട്. അവയും മാലിയെപ്പോലെ തന്നെ വാക്യങ്ങളിൽ മാറ്റം വരുത്തും. എന്നാൽ ലൈസ എന്നതിന് മുളാരിയോ അംറോ അതിന്റെ രൂപങ്ങൾ വരുന്നതല്ല. അൽഹ, അസ്ബഹ, മാദാമ, ലല്ല, ലൈസ, അംസ, സ്വാറ, ബാത്ത, കാന, മാസാല, മാഫത്തിഹ, മൻഫക്ക, മാബരിഹ എന്നിവക്കെല്ലാം ഇന്നയുടെ നേർവിപരീതമായ അമലാണ് വരിക. 4 നഫീന്റെ പദം പോലെയാണ്. ഇന്നയുടെ ഇസ്മിന്, അതേപോലെ ഇന്നയുടെ ഖബറിന് എന്താണോ അതിന്റെ രൂപമായി വരുന്നത് അതിന്റെ നേർ വിപരീതമാണ് കാനയുടെ സഹോദരന്മാർ, കാനയുടെ സഹോദരിമാർക്ക് അഥവാ കാനയും കാനയുടെ പോലെ വരുന്ന ആ പദങ്ങൾക്കും വരുന്ന ഇറാബിന്റെ മാറ്റമാണ് പറഞ്ഞത്. നമുക്ക് ഉദാഹരണങ്ങൾ വായിച്ച് നിയമം മനസ്സിലാക്കാം. കാന വന്നപ്പോഴും കാന വരുന്നതിനു മുമ്പും അതിന്റെ രൂപം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു വാചകത്തിൽ കാന വരുന്നതിനു മുമ്പ് മുബ്തദയും ഖബറും എന്ന രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ അതിലേക്ക് കാന കയറിക്കൂടിയാൽ കാനയുടെ ഇസ്മും കാനയുടെ ഖബറും എന്ന രീതിയിലായി മാറുന്നു. കാനയുടെ ഇസ്മിനാണെങ്കിൽ റഫാണ്, കാനയുടെ ഖബറിനാണെങ്കിൽ റഫാണ്. എന്നാൽ കാന വരുന്നതിനു മുമ്പ് മുബ്തദയും ഖബറുമാണ്. മുബ്തദക്കും റഫാണ്, ഖബറിനും റഫായിരുന്നു. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. കാനല്ലാഹു റഹീമൻ, അല്ലാഹു റഹീമുൻ. ഇവിടെ കാനല്ലാഹു റഹീമൻ കാനയുടെ ഇസ്മിന് റഫും കാനയുടെ ഖബറിന് നസ്ബുമായി വന്നു. അല്ലാഹു കാരുണ്യവാനായി, അതാണ് കാനല്ലാഹു റഹീമൻ എന്നതിന്റെ അർത്ഥം. എന്നാൽ അല്ലാഹു റഹീമുൻ എന്നതിന്റെ അർത്ഥം അല്ലാഹു കാരുണ്യവാനാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. അസ്ബഹൽ വലദു ഖാരിഅൻ, അൽ വലദു ഖാരിഉൻ. അസ്ബഹൽ വലദു ഖാരിയൻ കുട്ടി വായിക്കുന്നവനായി, അൽ വലദു ഖാരിയുൻ കുട്ടി വായിക്കുന്നവനാണ്. സ്വാറ സഈമു വസീറൻ, സഈം മന്ത്രിയായി. അസ്സഈമു വസീറുൻ, സഈം മന്ത്രിയാണ്. അൽഹ ത്വാലിബു ദാരിസൻ, വിദ്യാർത്ഥി പഠിക്കുന്നവനായി. അത്വാലിബു ദാരിസുൻ, വിദ്യാർത്ഥി പഠിക്കുന്നവനാണ്. ലല്ലൽ ആമിലു മുജിദ്ദൻ, അൽ ആമിലു മുജിദ്ദുൻ. ലല്ലൽ ആമിലു മുജിദ്ദൻ തൊഴിലാളി പരിശ്രമിയായി. അൽ ആമിലു മുജിദ്ദുൻ തൊഴിലാളി പരിശ്രമശാലിയാണ്. അംസ സ്വബിയു ലായിബൻ, കുട്ടി കളിക്കുന്നവനായി. അസ്വബിയു ലായിബുൻ, കുട്ടി കളിക്കുന്നവനാണ്. ബാതത്ത്വിഫ്ലു നായിമൻ, കുട്ടി ഉറങ്ങുന്നവനായി. അത്ത്വിഫ്ലു നായിമുൻ, കുട്ടി ഉറങ്ങുന്നവനാണ്. മാദാമൽ മത്തറു നാസിലൻ, മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽ മത്തറു നാസിലുൻ, മഴ വർഷിക്കുന്നതാണ്. ലൈസൽ ഗനിയു ഫരിഹൻ, ധനികൻ സന്തോഷവാനല്ല. അൽ ഗനിയു ഫരിഹൻ, ധനികൻ സന്തോഷവാനാണ്. അംസ സ്വബിയു ലായിബൻ, കുട്ടി കളിക്കുന്നവനായി. അസ്വബിയു ലായിബുൻ, കുട്ടി കളിക്കുന്നവനാണ്. ഇവിടെ നമുക്ക് നോക്കാം. കാന എന്നുള്ളത് ഭൂതകാലത്ത് ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. സ്വാറ അവസ്ഥാ മാറ്റം വന്നതായി അറിയിക്കുന്നു. ലൈസ നിഷേധത്തെ കുറിക്കുന്നു. അസ്ബഹ പ്രഭാതത്തിലാണ് എന്നും അംസ പ്രദോഷത്തിലാണ് എന്നും അൽഹ പൂർവാഹനത്തിലാണെന്നും ലല്ല പകലിലാണെന്നും ബാത്ത രാത്രിയിലാണെന്നും ഇവകൾ സംഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം.
കാന വരുമ്പോഴും കാന വരുന്നതിന് മുമ്പുമുള്ള രൂപം അതിന്റെ അർത്ഥത്തോടുകൂടി നോക്കാം. കാനൽ വലതു ബാക്കിയൻ, കുട്ടി കരയുന്നവനായി. അൽ വലതു ബാക്കിൻ, കുട്ടി കരയുന്നവനാണ്. അസ്ബഹർ റജുലു ഖാരിഅൻ, പുരുഷൻ വായിക്കുന്നവനായി. അർ റജുലു ഖാരിഉൻ, പുരുഷൻ വായിക്കുന്നവനാണ്. ലല്ലത്തിൽ ഉമ്മു മുജിദ്ദത്തുൻ, ഉമ്മ പരിശ്രമിക്കുന്നവളായി. അൽ ഉമ്മു മുജിദ്ദത്തുൻ, ഉമ്മ പരിശ്രമിക്കുന്നവളാണ്. ലൈസൽ അംറു സഹ്ലൻ, കാര്യം എളുപ്പമല്ല. അൽ അംറു സഹ്ലുൻ, കാര്യം എളുപ്പമാണ്. നമുക്ക് ചില മലയാള പദത്തെ അറബിയിലാക്കാം. ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നതായി മാറി. ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നതായി മാറി. ഇതിനെ അറബിയിലാക്കുന്നത് ബാത്തൽ ഖമറു മുളിഅൻ, ബാത്തൽ ഖമറു മുളിഅൻ. മദ്യപാനി രോഗിയായി തീർന്നു. ഇതിന്റെ അറബി നോക്കാം. സ്വാറശാരിബു മരിയവൻ, സ്വാറശാരിബു മരിയവൻ. പെൺകുട്ടി വൈകുന്നേരം എഴുതുന്നവളായി. ഇതിന്റെ അറബി നോക്കാം. അംസത്തിൽ ബിന്തു കാതിബത്തൻ, അംസത്തിൽ ബിന്തു കാതിബത്തൻ. നമുക്ക് ചില വചനങ്ങളെ അഥവാ കാനയുടെ സഹോദരിമാരായി വരുന്ന പദത്തെ അതിൻ്റെ വാചകങ്ങളിൽ വരുന്ന മാറ്റവും അതിനെ ഇന്നയുടെ രൂപത്തിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. അഥവാ കാനയുടെയും ഇന്നയുടെയും രണ്ട് രൂപത്തിലുള്ള വചനങ്ങളായി വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമൊന്ന് നോക്കാം. ബാത്തൽ ഹരിമു സാഹിറൻ, ബാത്ത എന്നുള്ളതിന്റെ ഇസ്മാണ് അൽ ഹരിമു, റഫാണ് അവിടെ നൽകിയിട്ടുള്ളത്. ബാത്ത എന്നതിന്റെ ഖബറാണ് സാഹിറൻ, അവിടെ നസ്ബുമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അതിന്റെ നേർ വിപരീതമായിരിക്കും ഇന്ന എന്ത് വരുമ്പോൾ. നമുക്ക് നോക്കാം. ഇന്നൽ ഹരിമ സാഹിറുൻ, ഇന്ന എന്നതിന്റെ ഇസ്മാണ് അൽ ഹരിമ, നസ്ബ് നൽകി. സാഹിറുൻ എന്നുള്ളത് ഖബറാണ്, അതിന് റഫും നൽകി. നേർ വിപരീതമായ രൂപത്തിലാണ് കാനയുടെയും ഇന്നയുടെയും രൂപങ്ങളിലായി വരുമ്പോഴുണ്ടാകുന്നത്. അതിന്റെ അർത്ഥം നോക്കാം. ബാത്തൽ ഹരിമു സാഹിറൻ, വൃദ്ധൻ ഉറക്കമൊഴിക്കുന്നവനായി. ഇന്നൽ ഹരിമ സാഹിറുൻ, തീർച്ചയായും വൃദ്ധൻ ഉറക്കമൊഴിക്കുന്നവനാണ്. അംസശംസു മുസ്ഫറൻ, സൂര്യൻ മഞ്ഞ നിറമായി തീർന്നു. അതിന് അന്ന കൊടുത്ത് നമുക്ക് വായിക്കാം. അന്നശംസ മുസ്ഫറുൻ, സൂര്യൻ മഞ്ഞ നിറമാണ്. ലല്ലൽ വജ്ഹു മുസ്വദ്ദൻ, മുഖം കറുപ്പായി. അതിന് ക അന്ന കൊടുത്ത് നമുക്ക് നോക്കാം. ഇന്നയുടെ ഭാഗമാണ് ക അന്ന. ക അന്നൽ വജ്ഹ മുസ്വദ്ദൻ, മുഖം നിശ്ചയം മുഖം കറുത്തിരുണ്ട പോലെയാണ്. നിശ്ചയം മുഖം കറുത്തിരുണ്ട പോലെയാണ്. ലൈസ സാരിഖു സ്വാദിഖൻ, കള്ളൻ സത്യസന്ധനല്ല. അതിന് ലഅല്ല കൊടുത്തു നോക്കാം. ഇന്നയുടെ ഭാഗമാണ്. ലഅല്ല സാരിഖ സ്വാദിഖുൻ, മോഷ്ടാവ് സത്യം പറഞ്ഞേക്കാം. നമുക്ക് ചില വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്തി നോക്കാം. അത്തിഫിലു മുബ്തസിമുൻ, ഇന്നത്തിഫില മുബ്തസിമുൻ, കാനത്തിഫിലു മുബ്തസിമൻ. ഇവിടെ അത്തിഫിലു മുബ്തസിമുൻ എന്നുള്ളത് മുബ്തദയും ഖബറുമാണ്. ഇന്ന വരുമ്പോഴുണ്ടാകുന്ന മാറ്റം നോക്കാം. ഇന്നത്തിഫില മുബ്തസിമുൻ, ഇന്നയുടെ ഇസ്മിന് നസ്ബും ഖബറിന് റഫുമായ രൂപത്തിലാണ് ഇന്നത്തിഫില മുബ്തസിമുൻ വന്നത്. ഇനി കാന വരുമ്പോൾ നമുക്ക് നോക്കാം. കാനത്തിഫിലു മുബ്തസിമൻ, കാനയുടെ ഇസ്മിന് റഫും അതിന്റെ ഖബറിന് നസ്ബുമായി തീർന്നു. കാനത്തിഫിലു മുബ്തസിമൻ. ഓരോന്നിന്റെയും അർത്ഥം നോക്കാം. അത്തിഫിലു മുബ്തസിമുൻ, കുട്ടി പുഞ്ചിരിക്കുന്നവനാണ്. ഇന്നത്തിഫില മുബ്തസിമുൻ, തീർച്ചയായും കുട്ടി പുഞ്ചിരിക്കുന്നവനാണ്. കാനത്തിഫിലു മുബ്തസിമൻ, കുട്ടി പുഞ്ചിരിക്കുന്നവനായിരുന്നു. മറ്റൊരു ഉദാഹരണം നോക്കാം. അൽ അംറു ഷദീദുൻ, മുബ്തദയാണ്, പ്രശ്നം ഗുരുതരമാണ്.
ഫഹിംതു അന്നൽ അംറ ഷദീദുൻ. പ്രശ്നം ഗുരുതരമാണെന്ന് ഞാൻ അറിഞ്ഞു. പ്രശ്നം ഗുരുതരമാണെന്ന് ഞാൻ അറിഞ്ഞു. സ്വാറൽ അംറു ഷദീദൻ. പ്രശ്നം ഗുരുതരമായി തീർന്നു. മറ്റൊരു ഉദാഹരണം നോക്കാം. അൽ ഔലാദു കസീറുൻ. മുബ്തദയാണ്. അൽ ഔലാദു കസീറുൻ ലാകിന്നൽ അംവാല ഖലീലുൻ. അവിടെ ലാക്കിന്ന വന്നതിന്റെ ഉദാഹരണമാണ്. അസ്ബഹൽ ഔലാദു കസീറൻ. ഇത് ഇന്നയുടെ കാനയുടെ സഹോദരിയായ അസ്ബഹ വന്നതിന്റെ ഉദാഹരണമാണ്. അർത്ഥം നോക്കാം നമുക്ക്. അൽ ഔലാദു കസീറുൻ, കുട്ടികൾ കൂടുതലുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലാണ്. അൽ ഔലാദു കസീറുൻ ലാകിന്നൽ അംവാല ഖലീലുൻ. കുട്ടികൾ കൂടുതലുണ്ടെങ്കിലും പണം കുറച്ചേയുള്ളൂ. അസ്ബഹൽ ഔലാദു കസീറൻ, കുട്ടികൾ കൂടുതലായി. മറ്റൊരു ഉദാഹരണം നോക്കാം. അൽ ബൈത്തു ജദീദുൻ. മുബ്തദയാണ്. ലഅല്ലൽ ബൈത്തു ജദീദുൻ. ഇവിടെ ഇന്നയുടെ ഭാഗമാണ് ലഅല്ല. ലൈസൽ ബൈത്തു ജദീദൻ. ഇത് കാനയുടെ ഭാഗമാണ്. അർത്ഥം നോക്കാം. അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. ലഅല്ലൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതായിരിക്കാം. ലൈസൽ ബൈത്തു ജദീദൻ, വീട് പുതിയതല്ല. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, മുബ്തദയും ഖബറും വരുമ്പോൾ മുബ്തദാക്ക് റഫും ഖബറിന് റഫുമായിട്ട് വന്നു. എന്നാൽ ഇന്ന വരുമ്പോൾ ഇന്നയുടെ ഇസ്മിന് നസ്ബും ഖബറിന് റഫും എന്ന രൂപത്തിലാണ് വരുന്നത്. ഇനി കാനയുടെ രൂപം വരുമ്പോൾ കാനയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബുമായി തീരുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയത്. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ഇതിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും.